ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1-ൻ്റെ ലെക്ചർ 4-നെ ഞാൻ 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ലെക്ചർ 4-ൻ്റെ പാർട്ട് 1 ആണ്. നമ്മൾ ഈ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ സെൻസേഴ്സെ കുറിച്ചാണ്. അപ്പോൾ ടെമ്പറേച്ചർ സെൻസേഴ്സ്, ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ്, ടെമ്പറേച്ചർ സെൻസർ എന്താണെന്നും അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്പിനെയാണ് ഞാൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് 1-ൽ നമ്മൾ ബൈമെറ്റാലിക് സ്ട്രിപ്പ്, റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ്, തെർമോ കപ്പിൾസ്, ഇത്രയാണ് നമ്മൾ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ആദ്യം നമുക്ക് ടെമ്പറേച്ചർ സെൻസേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ടെമ്പറേച്ചർ സെൻസേഴ്സ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കണം. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷർ ഓഫ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിയുടെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് ഡിഫൈൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എന്നും പറയാം. നമുക്ക് ടെമ്പറേച്ചറിനെ യൂസ് ടു ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എന്നും പറയാം, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്നും പറയാം. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടെ തന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് പ്രഷർ, വോളിയം, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. ഇതെല്ലാം എന്തായിരിക്കും? ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഒന്നുകിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് പ്രഷർ, വോളിയം, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടെമ്പറേച്ചർ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അതിനുള്ള ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ഏതെങ്കിലും ഒരു വസ്തു മെറ്റീരിയലിൻ്റെയോ ഒന്നുകിൽ വോളിയം ചേഞ്ച് ആവുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രഷറിൽ വേരിയേഷൻ വരിക, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ മീഡിയം. ഒരു പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമൊബൈലിനകത്ത് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ആവശ്യം വരുന്ന എവിടെയാണ്? നമ്മൾ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. അപ്പോൾ കൂളൻ്റ് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെങ്കിൽ എത്ര ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിലാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു ടെമ്പറേച്ചർ സെൻസർ യൂസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ക്യാബിനുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ, എൻജിൻ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനൊക്കെ നമുക്ക് ടെമ്പറേച്ചർ സെൻസേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് ഓട്ടോമൊബൈൽ ഫീൽഡിൽ നമുക്ക് വരുന്നുണ്ട്. ടെമ്പറേച്ചർ സെൻസേഴ്സിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസേഴ്സും നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസേഴ്സും. അപ്പോൾ ടെമ്പറേച്ചർ സെൻസറിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസേഴ്സും ഉണ്ട്, നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസേഴ്സും ഉണ്ട്. കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുമ്പം ദീസ് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ സെൻസർ ആർ റിക്വയർഡ് ടു ബി ഇൻ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ് ബീയിങ് സെൻസർ. അപ്പോൾ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണോ സെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിൻ്റെയാണോ ടെമ്പറേച്ചർ നമ്മൾ സെൻസ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് എന്തിനുണ്ടായിരിക്കും? നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് ടൈപ്പ് ടെമ്പറേച്ചർ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പം യൂസ് ടു ഡിറ്റക്ട് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കോണ്ടാക്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ ടെമ്പറേച്ചർ ഒരു മീഡിയത്തിൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ലിക്വിഡ് ആണെങ്കിൽ ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ സെൻസറിനെ ആ ലിക്വിഡിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ പർട്ടിക്കുലർ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കിട്ടുന്നത്. അതാണ് കോണ്ടാക്ട് ടൈപ്പ് ടെമ്പറേച്ചർ സെൻസർ. നോൺ കോണ്ടാക്ട് ടൈപ്പ് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുമ്പോൾ ദീസ് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ സെൻസർ ആർ യൂസ്ഡ് കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ഹീറ്റിൻ്റെ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് മോണിറ്റർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നതാണെന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ടൈപ്പ് ടെമ്പറേച്ചർ സെൻസർ. അപ്പോൾ ഇതിന് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നില്ല, പകരം ഈ റേഡിയേറ്റ് ചെയ്ത് വരുന്ന ഹീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റേഡിയേഷനോ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ട് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ് നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസർ. ദീസ് ക്യാൻ യൂസ്ഫുള്ളി ഡിറ്റക്ട് ദ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ദാറ്റ് എമിറ്റ് റേഡിയന്റ് എനർജി as heat rises and cold settle to the bottom in convection current, or detect the radiant energy being transmitted from an object in the form of infrared radiation. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്നും ഇൻഫ്രാറെഡ് റേഡിയേഷൻ പോലെ റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ബൈമെറ്റാലിക് സ്ട്രിപ്പ്, റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ RTDs,
തെർമോകപ്പിൾസ്, തെർമോപൈൽസ്, തെർമിസ്റ്റേഴ്സ്, പൈറോമീറ്റർ ആൻഡ് തെർമോഡയോഡ്സ് ആൻഡ് തെർമോ ട്രാൻസിസ്റ്റർ. ഇതെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചായിരിക്കും നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുമ്പം ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് എ മെറ്റൽ ദാറ്റ് ഈസ് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് വെൻ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പം എക്സ്പാൻഡ് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുകയോ കഴിയാനുള്ള ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസിനെ വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിവൈസിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈമെറ്റാലിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ബൈമെറ്റലാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസിനെ നമ്മൾ ബോണ്ടഡ് ടുഗദർ ടു ഫോം എ സ്പൈറൽ ഓർ ട്വിസ്റ്റഡ് ഹെലിക്സ്. ഒരു സ്പൈറൽ ഷേപ്പിലോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹെലിക്സ് ഷേപ്പിലോ നമ്മൾ എന്താണ് രണ്ട് മെറ്റൽസിനെ ബോണ്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളൊരു ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ഇമേജാണ് കൊടുത്തത്. ഇപ്പോൾ രണ്ട് മെറ്റലുണ്ട്. അപ്പോൾ ആ രണ്ട് മെറ്റൽ, അപ്പോൾ ഒരു ഹയർ മെറ്റൽ സ്ട്രിപ്പും ഒരു ലോവർ മെറ്റൽ സ്ട്രിപ്പിനാണ് നമ്മൾ ഈ ഇമേജിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് കോണ്ടാക്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റൽ ഡിഫ്ലക്റ്റ് ആവുന്നതനുസരിച്ചിട്ട് എന്തുണ്ടാകുന്നുണ്ട്, ഈ ഇലക്ട്രിക്കൽ കണക്ഷനകത്തേക്ക് ഓപ്പണോ ക്ലോസോ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഈ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ അതൊരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട് ഇതിലിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രിക് കറണ്ട് പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ മെറ്റൽ എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെൻറ്റ് മൂലം എന്ത് പറ്റുകയാണ്, ഈ സ്ട്രിപ്പിൽ നിന്നും ഇതിൻ്റെ കോണ്ടാക്റ്റ് വിട്ടുപോവുകയാണ്. അപ്പോൾ അതായത് ഓപ്പൺ ആവുകയാണ് ഈ സർക്യൂട്ട്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ ഓപ്പൺ ആകുമ്പോൾ എന്ത് പറ്റും, ഇതിലേക്കുള്ള കറണ്ട് ഫ്ലോ നിൽക്കുകയും നമുക്ക് എത്രയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് മെഷർ ചെയ്യാനാണ് ഇങ്ങനത്തെ കോണ്ടാക്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ രണ്ട് മെറ്റൽസ് യൂസ് ചെയ്യുന്ന പറഞ്ഞു. ഈ രണ്ട് മെറ്റൽ നമ്മൾ എന്താണ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ്, ഐദർ വെൽഡിങ് ഓർ റിവെറ്റിംഗ് വൈയിട്ട് നമ്മൾ എന്താണ് രണ്ട് മെറ്റലിനെയും ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ബോണ്ട് സോ സ്ട്രോങ് ആൻഡ് ദെയർ വിൽ നോട്ട് ബി എനി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ടു മെറ്റൽ. അപ്പോൾ ഈ രണ്ട് മെറ്റൽസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഒന്നും വരാത്തക്ക രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് വെൽഡഡ് അല്ലെങ്കിൽ റിവെറ്റഡ് ജോയിന്റ് വെച്ചിട്ട് ബോണ്ട് ചെയ്യും. അപ്പോൾ എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കോസസ് ദ ഫ്രീ എൻഡ് ഓഫ് ദ സ്ട്രിപ്പ് ടു എക്സ്പാൻഡ് ഓർ കോൺടാക്ട് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ടു മെറ്റൽസ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിനൊരു നോർമൽ ടെമ്പറേച്ചർ ഇരിക്കുന്ന ഈ ബൈ മെറ്റലിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എവിടെയെങ്കിലും മെഷർ ചെയ്യേണ്ട ഏരിയയിലേക്ക് പോകുമ്പം ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, ഈ മെറ്റീരിയൽ രണ്ടിനും രണ്ട് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഉള്ള രണ്ട് മെറ്റീരിയൽ എന്ത് ചെയ്യാൻ തുടങ്ങും, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ വരുന്ന എക്സ്പാൻഷനെ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫ്ലക്ഷൻ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, ഈ ഫ്രീ എൻഡ് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രീ എൻഡ് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ഫ്രീ എൻഡോട്ട് നമ്മൾ എന്താണ് ഒരു പോയിന്റ് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലർ ടെമ്പറേച്ചർ റീഡിങ്ങിലേക്ക് പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബൈമെറ്റാലിക് സ്ട്രിപ്പിനകത്ത് മെറ്റീരിയലിന് എത്ര ടെമ്പറേച്ചറിന് എത്ര ഡിഫ്ലക്ഷനാണ് വരുന്നതെന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ വെച്ചിട്ട് എന്തുണ്ടായിരിക്കും റീഡിങ്സിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഡിഫ്ലക്റ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് പർട്ടിക്കുലർ റീഡിങ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുമ്പം പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഹെലിക്സ് ടൈപ്പ് ഉണ്ട്, ക്യാൻഡിലിവർ ഉണ്ട്, സ്പൈറൽ ഉണ്ട്, അതേപോലെ ഫ്ലാറ്റ് ടൈപ്പിലും ബൈമെറ്റാലിക് സ്ട്രിപ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബൈമെറ്റാലിക് സ്ട്രിപ്പ് ടെമ്പറേച്ചർ ഗേജിൻ്റെ ഇമേജാണ്. പിന്നെ അത് ഹെലിക്സ് അല്ലെങ്കിൽ കോയിലായിട്ടാണ് നമ്മൾ ഹെലിക്കൽ ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ടുമ്പോൾ ഒരു പോയിന്റ് വെച്ചിട്ട് അപ്പോൾ ഇതിനകത്ത് വരുന്ന ഡിഫ്ലക്ഷൻ അനുസരിച്ചിട്ട് എന്ത് പറ്റും, ഈ പോയിന്റ് നമുക്ക് ടെമ്പറേച്ചർ റീഡിങ്സ് തരുന്നു. അതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ദേ ആർ സിമ്പിൾ, റോബസ്റ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്. ദെയർ അക്യുറസി ഈസ് ബിറ്റ്വീൻ ±2% to 5% ഓഫ് ദ സ്കെയിൽ ആയിരിക്കും. They are fully mechanical devices, no need of power sources. These thermometers work best at higher temperatures. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിരിക്കും, റോബസ്റ്റ് ആണ്, എക്സ്പെൻസും കുറവാണ്. അക്യുറസി എന്ന് പറയുന്നത് -2% to 5% വരെ സ്കെയിൽ അക്യുറസി വരുന്നുണ്ട്. അത് ഫുള്ളി മെക്കാനിക്കൽ ഡിവൈസ്, നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പൈറലാണ്, മെറ്റൽ ആയതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിക്കൽ പവർ സോഴ്സിൻ്റെ ആവശ്യം വരുന്നത്. അതേപോലെ ഹയർ ടെമ്പറേച്ചറിലായിരിക്കും ഇത് ബെറ്റർ ആയിട്ട് വർക്ക്, കാരണം നമുക്ക് എക്സ്പാൻഷൻ വരുന്നത് കൊണ്ട് ഹയർ ടെമ്പറേച്ചർ. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എബവ് 400 ഡിഗ്രിയിൽ നമുക്ക് ഇതിനെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ പെർമനൻ്റായിട്ട് ചിലപ്പോൾ എന്താവും, ബൈമെറ്റൽസ് ഡീഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ
ഡീഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എറേഴ്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയാണ്. പിന്നെ സെൻസിറ്റിവിറ്റി അക്യുറസി എന്തായിരിക്കും? വളരെ ലോ. സെൻസിറ്റീവ് അതായത് നമ്മൾ ഹീറ്റായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തൊക്കെ വരാനുള്ള സെൻസിറ്റിവിറ്റി ടൈം വളരെ ലോ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയും. നെക്സ്റ്റ് വണ്ണാണ് റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ RTDs. RTDs എന്ന് പറയുമ്പം ഇത് യൂസ് ടു ഡിറ്റർമിൻ ടെമ്പറേച്ചർ ബൈ മെഷറിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ ഇലക്ട്രിക്കൽ വയർ. ഒരു പ്യുവർ ഇലക്ട്രിക്കൽ വയറിൻ്റെ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നതാണെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ RTDs എന്ന് പറയും. RTD വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ. ഒരു മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പം ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ കാണും, അതിൻ്റെ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് കാണും. ആ മെറ്റീരിയലിലൂടെ നമ്മളൊരു ഇലക്ട്രിക്കൽ കറണ്ടിനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മെറ്റീരിയലിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനകത്ത് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ആ വരുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പോകുന്ന കറണ്ട് ഫ്ലോയിൽ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് നമുക്ക് അതിനകത്ത് നിന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. എത്രയാണോ വേരിയേഷൻസ് വരുന്നത് അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പറയുന്നുണ്ട് RT = R0 × 1 + α t. RT എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസിൽ, R0 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ, ആൽഫ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫോർ ദ മെറ്റൽ ടൈംഡ് ആസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ആൽഫ എന്ന്. അപ്പോൾ ഇതൊരു RTDയുടെ സിമ്പിളായിട്ടുള്ളൊരു ലൈൻ ഡയഗ്രമാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് കോപ്പർ, നിക്കൽ ആൻഡ് പ്ലാറ്റിനം ആയിരിക്കും വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് വേരിയേഷൻസ് വിത്ത് റെസ്പെക്റ്റ് ടു ദ ടെമ്പറേച്ചർ വേരിയേഷൻ. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വേരിയേഷൻ ഉണ്ടാകും. ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നതനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 3 മെറ്റീരിയൽ മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 650 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കോപ്പർ 120 ഡിഗ്രി സെൽഷ്യസ്, നിക്കൽ 300 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിൽ വരെ ഈ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു വയർ ഉണ്ടായിരിക്കും. ഒരു ദിസ് വൗണ്ട് വയർ ഓർ ഫോം എ കോയിൽ ഷേപ്പിൽ ഏതെങ്കിലും ഷേപ്പിൽ ഒരു വയർ കാണും. അതിനെ നമ്മൾ നോച്ച്ഡ് മൈക്ക ക്രോസ് ഫ്രെയിമിലായിരിക്കും, സ്മോൾ സൈസിലുള്ള നോച്ച്ഡ് മൈക്ക ക്രോസ് ഫ്രെയിമിൻ്റെ സ്ട്രക്ചറിനുള്ളിലായിരിക്കും നമ്മളിതിനെ അറ്റാച്ച് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്? ഇംപ്രൂവിങ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ടു ഡിക്രീസ് ദ റെസ്പോൺസ് ടൈം ആൻഡ് ഹൈ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നോച്ച്ഡ് മൈക്ക ക്രോസ് ഫ്രെയിമിനുള്ളിലേക്ക് ഇതിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു, ഈ വയർ ഫ്രെയിമിന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും, അങ്ങനെ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സെൻസർ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് ആ ഫസ്റ്റ് റീഡിങ് എടുക്കുന്ന ടൈം, ആ ഫസ്റ്റ് റീഡിങ് കിട്ടാൻ വേണ്ടുന്ന ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്നാണ്. അപ്പോൾ ആ റെസ്പോൺസ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ, ഹൈ ആക്കാനായിട്ട്, ഡിക്രീസ് ചെയ്യാനായിട്ട്, റെസ്പോൺസ് ടൈം ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഹൈ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഒബ്റ്റെയിൻ ചെയ്യാനും നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്? ഈ നോച്ച്ഡ് മൈക്ക ക്രോസ് ഫ്രെയിമിന് ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് ഈ കോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഷിൽത്ത് എന്ത് ചെയ്യും? നമ്മൾ കവർ ചെയ്യും. ഈ ഗ്രീൻ ലൈൻ കൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് ഷെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷെയ്ത്ത് വെച്ചിട്ട് നമ്മളിതിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുക. മൈക്ക ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഷെൽത്ത് ആൻഡ് റെസിസ്റ്റൻസ് വയർ ഫോർ ബെറ്റർ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ. ഈ മൈക്ക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ഷെൽത്തിനും ഈ വയറിൻ്റെ ഇടയിലായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്ത്. അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് മൈക്ക എന്ന് പറയുന്നത്. ദെൻ ഡ്യൂ ടു ലെസ് സ്ട്രെയിൻ ഇൻ ദ റെസിസ്റ്റൻസ് വയർ ഇറ്റ് വുഡ് ബി കെയർഫുള്ളി ബൗണ്ടഡ് ഓൺ മൈക്ക ഷീറ്റ്. ദ എലമെൻറ്റ് ആൻഡ് കണക്ഷൻ ലീഡ്സ് ആർ ഇൻസുലേറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഷെൽത്ത്. ഷെൽത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്കൽ, അയൺ, ക്രോമിയം അലോയി ആണ്. ഷെൽത്തിനുള്ളിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്റ്റിംഗ് ലീഡ്സിനെല്ലാം നമ്മൾ ഇൻസുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? നിക്കൽ, അയൺ, ക്രോമിയം അലോയി വെച്ചിട്ടാണ്. ഇത്രയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിനെ നമ്മൾ എന്താ ഒരു വീസ്റ്റോൺ ബ്രിഡ്ജായിട്ട് കണക്ട് ചെയ്തിരിക്കും. ദെൻ എവിടെയാണോ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് അതാണ്.
എ സ്മാൾ എമൗണ്ട് ഓഫ് കറണ്ട് ഈസ് കണ്ടിന്യൂസ്ലി പാസിങ് ത്രൂ ദ കോയിൽ. അപ്പോൾ ഈ കോയിലിനുള്ളിൽ കൂടെ ഒരു സ്മാൾ എമൗണ്ട് ഓഫ് കറണ്ട് എന്തായിരിക്കും, ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് കടന്ന് ഒരു കറണ്ട് ഈ കോയിലിനുള്ളിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് എവിടെയാണോ മെഷർ ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ വെച്ച് കഴിയുമ്പം ടെമ്പറേച്ചർ മുകളിലേക്ക് വന്നിട്ട് ഈ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഹീറ്റ് കൂടുന്ന കുറഞ്ഞതനുസരിച്ചിട്ട് റെസിസ്റ്റൻസിനകത്ത് വേരിയേഷൻസ് വരും. എത്രയാണോ ആ വേരിയേഷൻസ് വരും. അപ്പോൾ ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ടിനകത്ത് 3-4 റെസിസ്റ്റൻസിൽ ഒരു റെസിസ്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഏതായിരിക്കും, നമ്മുടെ ഈ റെസിസ്റ്റൻസ് തെർമോമീറ്ററിനകത്തെ വയറായിരിക്കും. അപ്പോൾ 4 റെസിസ്റ്റൻസിനകത്ത് വരുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് എത്ര എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തിട്ടായിരിക്കും ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു റിയൽ ടൈം അല്ലെങ്കിൽ റിയലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു RTDയുടെ ഇമേജാണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ അക്യുറസിയാണ്, ഡ്രിഫ്റ്റ് ലോസ് കുറവായിരിക്കും, വൈഡ് ഓപ്പറേറ്റിംഗ് റേഞ്ചിൽ യൂസ് ചെയ്യാൻ പറ്റും, സ്യൂട്ടബിൾ ഫോർ പ്രിസിഷൻ ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസ് കൂടുതലായിരിക്കും. കറണ്ട് സോഴ്സ് നമുക്ക് എന്താണ് ഇതിനാവശ്യമുണ്ട്. അതേപോലെ ലെസ് റഗ്ഡ് ദാൻ തെർമോകപ്പിൾസിനേക്കാളും റഗ്ഡാണ്. അതുപോലെ വൈബ്രേഷൻ റിക്വയർസ് സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ വേണം. ഇതിനകത്ത് വൈബ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നെക്സ്റ്റ് നോക്കുന്നതാണ് തെർമോകപ്പിൾസ്. തെർമോകപ്പിൾ is a sensor used to measure temperature. Thermocouple consists of 2 wire legs made from different metals. അപ്പോൾ 2 വയർ ലെഗ്സ് ഉണ്ടായിരിക്കും തെർമോകപ്പിൾസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് കൊണ്ടുള്ള 2 വയർ ലെഗ്സ് ഉള്ളതിനാണ് നമ്മൾ തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഈ വയർ ലെഗ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, വെൽഡ് ചെയ്തിരിക്കും. രണ്ടിനെയും കൂടെ വെൽഡ് ചെയ്തിട്ട് ടുഗദർ അറ്റ് വൺ എൻഡ് ക്രിയേറ്റിംഗ് എ ജംഗ്ഷൻ. അതിനാണ് നമ്മൾ തെർമോകപ്പിൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തെർമോകപ്പിൾസിനകത്ത് 2 വയേഴ്സ് ഉണ്ടായിരിക്കും. ആ വയേഴ്സിനെ തമ്മിൽ വെൽഡ് ചെയ്തിട്ട് ജംഗ്ഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കും. ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജംഗ്ഷന് പറയുന്ന പേരാണ് തെർമോകപ്പിൾ ജംഗ്ഷൻ. അപ്പോൾ ഇത് ജംഗ്ഷൻ ഈസ് വെയർ ടെമ്പറേച്ചർ ഈസ് മെഷർ. അപ്പോൾ നമ്മൾ ആ തെർമോകപ്പിൾ ജംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. When the junction experiences a change in temperature, a voltage is created. അപ്പോൾ ആ ജംഗ്ഷനിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ദിസ് വോൾട്ടേജ് ക്യാൻ ബി ഇംപ്രറ്റഡ് യൂസിങ് തെർമോകപ്പിൾ റെഫറൻസ് ടേബിൾ ടു കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊരു തെർമോകപ്പിൾ റെഫറൻസ് ടേബിൾ കാണും. ആ ടേബിളിൽ എത്ര വോൾട്ടേജ് ആണ് വരുന്നത് അന്ന് ഇത്ര ടെമ്പറേച്ചർ ആയിരിക്കും എന്നുള്ളൊരു റീഡിങ്സ് ആണ്. ആ റീഡിങ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തെർമോകപ്പിളിൽ എത്ര വോൾട്ടേജ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ ആയിരിക്കുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത് എമൗണ്ട് ഓഫ് EMF ജനറേറ്റഡ് ഇൻ ദ തെർമോകപ്പിൾ ഈസ് വെരി മൈന്യൂട്ട് ആയിരിക്കും. സോ വെരി സെൻസിറ്റീവ് ഡിവൈസ് മസ്റ്റ് ബി യൂട്ടിലൈസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ EMF പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്. ഈ തെർമോകപ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പം ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF അല്ലെങ്കിൽ അത് ഞാൻ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു, ആ EMF ജനറേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, വളരെ മൈന്യൂട്ട്, അതായത് മില്ലി വോൾട്ട്സിലുള്ള EMF ആയിരിക്കും പ്രൊഡ്യൂസ്. അപ്പോൾ ആ മില്ലി വോൾട്ട്സിലുള്ള EMFനെ നമുക്ക് കൺവേർട്ട് ചെയ്യണത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഡിവൈസ് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ടെമ്പറേച്ചറിനെ കാൽക്കുലേറ്റ്. അപ്പോൾ ഇന്ന് EMF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വോൾട്ടേജ് ബാലൻസിങ് പൊട്ടൻഷ്യോമീറ്റർ ആൻഡ് ഓർഡിനറി വോൾട്ടേജ് ബാലൻസിങ് പൊട്ടൻഷ്യോമീറ്റർ ആണ് നമ്മൾ വോൾട്ടേജിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ല EMF എത്രയാണെന്നുള്ളത് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഡിവൈസ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീബെക്ക് എഫക്റ്റ് വെച്ചിട്ടായിരിക്കും വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് സീബെക്ക് എഫക്റ്റ്? This type of effect occurs among 2 dissimilar metals. When the heat occurs to any of the metal wire, then the flow of electrons supplied from hot metal wire to the cold metal wire. Therefore, a direct current stimulates in the circuits. അപ്പോൾ നമുക്ക് 2 മെറ്റീരിയൽ ഉണ്ടാകുന്ന വിചാരിക്കുക. ഒന്നൊരു ഹോട്ട് ജംഗ്ഷനും ഒന്നൊരു കോൾഡ് ജംഗ്ഷനും ആണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ എന്ത് പറ്റും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ സീബെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മെറ്റൽസ് ആണ്, മെറ്റൽ Aയും മെറ്റൽ Bയും, അതിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നൊരു ഹോട്ട് ജംഗ്ഷനും ഒന്നൊരു കോൾഡ് ജംഗ്ഷനും ആണെന്നെങ്കിൽ അവിടേക്ക് നമ്മൾ ഈ ഹോട്ട് ജംഗ്ഷനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്ത് പറ്റും, ഒരു EMF ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം ഒരു ഹോട്ട് ജംഗ്ഷൻ കാണും, അതേപോലെ എന്ത് കാണും, ഒരു കോൾഡ് ജംഗ്ഷനെ കാണും. അപ്പോൾ ഈ ഹോട്ട് ജംഗ്ഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്ന ഏരിയയിലേക്ക് നമ്മൾ
കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ കോൾഡ് ജംഗ്ഷൻ എന്തായിരിക്കും, എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റെഫറൻസ് ടെമ്പറേച്ചറിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻകോണൽ ഷിൽത്ത് വെച്ചിട്ടായിരിക്കും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തെർമോകപ്പിൾ വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ കവർ ചെയ്തിട്ടൊരു മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ലെയറും എന്തുണ്ടായിരിക്കും, ഈ തെർമോകപ്പിൾ വയറിനെ കണക്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, when the temperature of the junctions are dissimilar from each other, then the electromagnetic force generated in the circuit, if the temperature at the junction end turn into a equivalent, then the equivalent as well as reverse electromagnetic force produced in the circuit, and there is no flow of current through it. Similarly, the temperature at the junction end become imbalanced, then the potential variation induces in the circuit. അപ്പോൾ നമ്മൾ രണ്ടിനും കൂടെ കണക്ട് ചെയ്തിട്ട് ഈ രണ്ട് ഡിസിമിലർ മെറ്റൽസ് ഉണ്ടെന്നല്ലോ, അപ്പോൾ അതിന് രണ്ടിൻ്റെ ജംഗ്ഷനിലേക്ക് നമ്മളെന്താണ് ടെമ്പറേച്ചറിനെ കൊടുക്കുക. അപ്പം ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്യും, അതിനകത്ത് ജനറേറ്റ് ചെയ്യും സർക്യൂട്ടിനകത്ത്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ അറ്റ് ജംഗ്ഷൻ ടേണിൻ്റെ ഈക്വൽ ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ റിവേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വരികയും സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കറണ്ട് ഫ്ലോ ഇല്ലാതാകുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ എന്താ രണ്ടിടത്തേത് ഈക്വൽ ആണെന്ന് മനസ്സിലാവുകയും നമുക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് മെഷർ ചെയ്യാനും സാധിക്കും. അതല്ലെങ്കിൽ കറണ്ട് വീണ്ടും ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് രണ്ടിടത്തേയും ടെമ്പറേച്ചർ എന്താ ഇംബാലൻസ്ഡ് ആകുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പൊട്ടൻഷ്യൽ വേരിയേഷൻ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബാലൻസ് ആകുമ്പം എന്ത് പറ്റും, രണ്ടിലെയും ടെമ്പറേച്ചർ ബാലൻസ് ആവുകയാണെങ്കിൽ അതിനകത്ത് കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ല. രണ്ടുകൂടി ഇംബാലൻസ് ആവുകയാണെങ്കിൽ അതിനകത്ത് എന്ത് വരും, ഒരു പൊട്ടൻഷ്യൽ വേരിയേഷൻ ആ സർക്യൂട്ടിനകത്ത് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചറിനെ നമ്മൾ മെഷർ ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഡിഫറൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ തെർമോകപ്പിൾസായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് മെറ്റീരിയൽസാണ് പ്ലാറ്റിനം റോഡിയവും പ്ലാറ്റിനം റോഡിയത്തിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, 30% 6%. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചാണ് 0 to 1800, വോൾട്ടേജ് വരുന്നത് 0 to 9.44. അതേപോലെ കോപ്പർ കോൺസ്റ്റാൻറ്റനുണ്ട് -200 to 400, വോൾട്ടേജ് റേഞ്ച് -5.60 to 17.8. അതേപോലെ അയൺ കോൺസ്റ്റാൻറ്റനുണ്ട് -200 to 900, 0 to 42.8. ക്രോമൽ കോൺസ്റ്റാൻറ്റൻ -200 to 100, -8.82 to 68.78. ക്രോമൽ അലൂമിനിയം -200 to 1250, -5.97 to 50.63. പ്ലാറ്റിനം 30% റോഡിയം ഓർ പ്ലാറ്റിനം വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് 0 to 1150 വരെ കഴിഞ്ഞിട്ടും. അതേപോലെ പ്ലാറ്റിനം 10% റോഡിയം പ്ലാറ്റിനം വന്നാലും 0 to 1150 ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നിറോസിൽ ഓർ നിസിൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യും, അത് -200 to 1300 വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അക്യുറസി എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് റോബസ്റ്റ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എൻവയോൺമെൻറ്റൽ ലൈക്ക് ഹാർഷ് ആൻഡ് വെല്ലസ് ഹൈ വൈബ്രേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. തെർമൽ റിയാക്ഷൻ ഫാസ്റ്റാണ്. അതേപോലെ ഓപ്പറേറ്റിംഗ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. നമ്മൾ കണ്ടാണ് ഇവിടെ 1300 വരെയൊക്കെ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാം. ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ച് വൈഡ് ഓപ്പറേറ്റിംഗ് റേഞ്ച് കോസ്റ്റ് ഈസ് ലോ ആസ് എക്സ്ട്രീംലി കോൺസ്റ്റന്റ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് വാസ് ലോ അക്യുറസി. തെർമോകപ്പിൾ റീകാലിബ്രേഷൻ ഈസ് ഹാർഡായി. തെർമോകപ്പിളിനെ നമ്മൾ റീകാലിബ്രേറ്റ് ചെയ്യുന്നത് വളരെ ഹാർഡാണ്. ഇതിലാണ് നമ്മൾ ഒരു സെക്ഷൻ 1 പഠിച്ചത്. ബാക്കിയുള്ളത് നമ്മൾ സെക്ഷൻ 2 കണ്ടിന്യൂ ചെയ്യുന്നതാണ്. താങ്ക് യു.